അൺപ്രസിഡന്റഡ്, അഭൂതപൂർവം. ഈ വാക്കിനായി ഇനി പുതിയ പദങ്ങളും പുതിയ അർത്ഥവുമൊക്കെ തരേണ്ട ഗതികേടിലാണ് അമേരിക്കൻ കോടതിയും ലോകവുമൊക്കെ. അങ്ങനത്തെ അമ്മാതിരി ചെയ്തികളാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് പദവിയിൽ ഇരുന്ന് ചെയ്തു കൂട്ടുന്നത്. അധികാരത്തിന്റെ ലഹരി തലയ്ക്ക് പിടിച്ച ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ കാണിക്കുന്നത് മറ്റൊരു മാതൃകയാണ്. ലോകത്ത് ഒരു ഭരണാധികാരിയും മാതൃകയാക്കാൻ പാടില്ലാത്തൊരു കാര്യം. ചക്കരക്കുടത്തിൽ കൈവാരിട്ടുകൊണ്ടിരിക്കുകയാണ് ട്രംപ്. ഇനിയും അമേരിക്കയുടെ ട്രഷറിയിൽ കയറ്റി വരാനുള്ള ശ്രമം ഡെമോക്രാറ്റുകൾ തടഞ്ഞപ്പോൾ അമേരിക്കൻ സർക്കാരിനെ തന്നെ ഷട്ട്ഡൗണിലാക്കി, ഷണ്ടിങ്ങിലാക്കി കളഞ്ഞു ഈ ട്രംപ് എന്ന മഹാൻ. ഒരു ഭരണാധികാരി എങ്ങനെ ആയിക്കൂടാ എന്നതിന്റെ ലോകോത്തരമായ ഉദാഹരണം. ചക്കരക്കുടത്തിൽ നിന്നും കുറച്ച് പൈസ എടുക്കണം. അങ്ങനെ എടുക്കണമെങ്കിൽ അതിന് ആ ട്രംപിന്റെ ഉത്തരവ് തന്നെ വേണ്ടിവരും. അല്ലെങ്കിൽ ട്രംപ് അനുകൂലികൾക്ക് ഇതേ ട്രംപിനോട് ഇന്ന് ചോദിക്കേണ്ടി വരും, ഈ കാശ് അങ്ങേക്ക് ഞങ്ങൾ അനുവദിക്കട്ടെ. ആ ഉത്തരവിടാൻ ഒരു കോടതി വിധി വേണം. അതിനാണ് ഇപ്പോൾ ട്രംപിന്റെ ശ്രമങ്ങൾ. ഏതാണ് ട്രംപിന് വേണ്ട തുകയെന്നല്ലേ? $1-2 ബൈഡൻ ഭരണകൂട കാലത്ത്, തന്റെ ആദ്യ ഭരണകാലത്ത് ഒക്കെ തനിക്കെതിരെ നടന്ന അന്വേഷണങ്ങളുടെ ഒത്തുതീർപ്പായിട്ട് സ്വന്തം അമേരിക്കൻ നീതിന്യായ വകുപ്പിൽ നിന്നും $230 മില്യൺ ഇപ്പോൾ ഡൊണാൾഡ് ജെ ട്രംപ് എന്ന ലോക പ്രസിഡന്റ് നഷ്ടപരിഹാരമായി ചോദിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ അൺപ്രസിഡന്റഡ്, അതായത് സമാനതകളില്ലാത്ത ഒരു സംഭവമാണ് ഈ പദ്ധതി എന്നാണ് ഇപ്പോൾ വിധി എഴുതുന്നത്. 2016 തന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ സംഘത്തിന് റഷ്യൻ സർക്കാരുമായി ബന്ധമുണ്ടായിരുന്നു എന്ന ആരോപണങ്ങൾ. 2022 ഓഗസ്റ്റിൽ രഹസ്യരേഖകൾക്കായി FBI തന്റെ മാർ എലാഗോ എസ്റ്റേറ്റിൽ നടത്തിയ പരിശോധന വീണ്ടെടുത്തു കൊണ്ടുപോയ ഫയലുകൾ, തെളിവുകൾ, ഇതൊക്കെ സംബന്ധിച്ച് എല്ലാം ട്രംപ് അന്ന് നിഷേധിച്ചിരുന്നു. ഇപ്പോഴും നിഷേധിക്കുകയാണ്. ഈ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടാണ് ട്രംപ് ഇപ്പോൾ നഷ്ടപരിഹാരം തരുന്നത് $230 ബില്യൺ. 2023 24 പദവിയിലില്ലാതിരുന്ന കാലത്ത് ഡൊണാൾഡ് ട്രംപിന്റെ അഭിഭാഷകർ ഇത് ആവശ്യപ്പെട്ട് 2 ഭരണപരമായ അവകാശവാദങ്ങളാണ് കോടതിയിൽ സമർപ്പിച്ചത്. ഇങ്ങനെ ഈ തുകയ്ക്ക് അനുവാദം നൽകണമെങ്കിൽ ട്രംപിനെയോ അദ്ദേഹത്തിന്റെ അനുയായികളെയോ പ്രതിനിധീകരിച്ചിരുന്ന വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ, നീതിന്യായ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ അനുമതി വേണം. അങ്ങനെ അനുമതി നൽകാനും വാദിയായ ട്രംപ് തന്നെ തീരുമാനമെടുക്കണം അന്തിമമായിട്ടെന്നാണ് ഇപ്പോൾ നീതിന്യായ വകുപ്പിനെയും കോടതിയും ഒക്കെ കുഴയ്ക്കുന്നത്. ട്രംപ് പറഞ്ഞെന്താണ്? ഈ വാർത്തയിൽ തനിക്ക് സജീവമായതും തനിക്ക് അനുകൂല വിധി കിട്ടാൻ സാധ്യതയുള്ളതുമായ ഒരു കേസുണ്ട്. പക്ഷേ ഒരു പ്രസിഡന്റ് എന്ന നിലയിൽ നോക്കുമ്പോൾ ഞാൻ സ്വയം എനിക്കെതിരെ തന്നെയാണ് കേസ് കൊടുത്തത്. എങ്ങനെയുണ്ടല്ലോ എന്നിട്ട് പൊട്ടിച്ചിരിക്കുകയാണ് ട്രംപ്. അതെങ്ങനെ തീർപ്പാക്കുമെന്ന് തനിക്കറിയില്ല. നഷ്ടപരിഹാരം അനുവദിച്ചാലും തനിക്കത് എവിടെ നിന്നും ലഭിക്കും, ആര് നൽകുമെന്നതിലും തനിക്കൊരു വ്യക്തതയുമില്ല. ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരണമെന്നാണ് ട്രംപ് പറഞ്ഞത്. ആരോടാണ്? മാധ്യമ പ്രവർത്തകരോട്. തീരുമാനം തന്നെ മേശയ്ക്ക് കുറുകെ പോകുമെന്ന് ട്രംപ് പറയുന്നുണ്ട്. ട്രംപിന്റെ അടുത്ത പരാമർശം വീണ്ടും രസകരമാണ്. തീരുമാനമെടുക്കുന്നത് ഞാനാണ്, ആ തീരുമാനം തന്റെ മേശയ്ക്ക് കുറുകെ പോകേണ്ടി വരുമെന്ന് നിങ്ങൾക്കറിയാമോ? എന്തായാലും ഇത് രസകരം തന്നെയാണ്. എനിക്ക് തന്നെ പണം നൽകുന്ന തീരുമാനമെടുക്കേണ്ട വിചിത്രമായ സാഹചര്യം. എന്തായാലും ഈ പണം തനിക്ക് വേണ്ട, തന്റെ പോക്കറ്റിലേക്ക് വയ്ക്കില്ല, ചില സ്ഥാപനങ്ങൾക്ക് താൻ സഹായധനമായി നൽകുമെന്നൊക്കെയാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും ആ പണം വാങ്ങി എടുത്തിരിക്കുമെന്ന് ട്രംപിന്റെ ഒരു പിടിവാശിയുണ്ട്. എത്ര തുക നഷ്ടപരിഹാരം ലഭിക്കണമെന്ന് വാദി തന്നെ തീരുമാനിക്കുകയും വാദി തന്നെ അതിന് അംഗീകാരം നൽകുകയും വാദി തന്നെ അത് എഴുതിയെടുക്കുകയും ചെയ്യുന്ന ഈയൊരു അൺപ്രസിഡന്റഡ് ആയിട്ടുള്ള ഒരു നടപടി അമേരിക്കയിലല്ലാതെ മറ്റൊരിടത്തും കാണുകയുമില്ല. ഇത്തരത്തിലുള്ള ഒരു തീർപ്പ് കിട്ടാൻ ട്രംപിന്റെ അനുകൂലികളായ ഡെപ്യൂട്ടി അറ്റോർണി ജനറൽ അല്ലെങ്കിൽ അസോസിയേറ്റ് അറ്റോർണി ജനറൽ അംഗീകാരം വേണം. ഇവരാകട്ടെ ട്രംപിന്റെ മുൻകാലത്തെ നിയമസംഘത്തിലെ അംഗങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ 2 കേസുകളിലും അന്ന് ട്രംപ് കുറ്റം നിഷേധിച്ചതും അതേ കേസിൽ അന്ന് ട്രംപിന് വേണ്ടി വാദിച്ചവർ ഇപ്പോൾ ആ കേസ് തീർപ്പാക്കാനായിട്ട് ട്രംപിന് നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവിടാൻ തീരുമാനിക്കുന്നതുമൊക്കെ അമേരിക്കയിൽ മാത്രം നടക്കുന്ന കാര്യം. എന്തായാലും 2024 രണ്ടാം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നിലവിലുള്ള നിയമപ്രകാരം ഡൊണാൾഡ് ട്രംപിനെതിരെയുള്ള അമേരിക്കൻ പ്രസിഡന്റിനെതിരെയുള്ള മുൻപത്തെ കേസുകളൊക്കെ തുടരാനാകില്ലെന്ന് നീതിന്യായ വകുപ്പ് തീരുമാനമെടുത്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കേസുകൾ പിൻവലിച്ചു. അതുകൊണ്ടും ട്രംപിന് അരിശം തീരുന്നില്ല. ഇതേ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച്, ഇതേ അറ്റോർണി ജനറലിനെ ഉപയോഗിച്ച് ട്രംപ് $230 മില്യൺ ഇപ്പോൾ തനിക്ക് നഷ്ടപരിഹാര നിലയിൽ സ്വന്തം എക്സിക്യൂട്ടീവ് ഉത്തരവിറക്കി എഴുതിയെടുക്കാൻ പോകുന്നു. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്.
സാധാരണ മനുഷ്യരോട് കൂടിയാണ്. കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച